ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നിങ്ങൾ പ്രിവ്യൂവിൽ കണ്ടുള്ള ഒരു വീഡിയോ അടിപൊളിയായിട്ടില്ലേ? അതേപോലെ നമുക്ക് എങ്ങനെ വീഡിയോസിൽ എഫക്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ നോക്കിയാലോ? നേരെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ആ ഒരു കാറിൻ്റെ പോർഷൻ ഉണ്ടല്ലോ, അത് മാത്രമാണ് നമ്മൾ റീക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ക്ലിപ്സോ കാര്യങ്ങളൊന്നും അല്ല. ഇത് എൻ്റെ കയ്യിൽ മുന്നേ ഉണ്ടായിരുന്ന ഞാൻ സ്പീഡ് റാമ്പിൻ്റെ പുതിയ എഫക്റ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുള്ള കുറച്ച് വീഡിയോസാണ് ട്യൂട്ടോറിയൽ കാണിച്ചു തരുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകൾ എന്തായാലും ഈ വീഡിയോയിൽ ഉണ്ടാവും. എങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു എഫക്ട്സ് എങ്ങനെ പ്രോപ്പറായിട്ട് റീക്രിയേറ്റ് ചെയ്യുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു വീഡിയോ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ഇവിടെ സോങ് സെലക്ട് ചെയ്തിട്ടുള്ളത് അതേ ഒരു വീഡിയോ ഉണ്ടല്ലോ, അതായത് പ്രിവ്യൂ കണ്ട വീഡിയോ, അതിൻ്റെ തന്നെ സോങ് എക്സ്ട്രാക്ട് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്പീഡിൽ വന്നു കഴിഞ്ഞിട്ട് നോർമലിൽ വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഇവിടെ 2.7x നിങ്ങളാക്കി കൊടുക്കുക. അത് നിങ്ങളുടെ വീഡിയോസിനനുസരിച്ച് നിങ്ങൾ മാറ്റി കൊടുത്താൽ മതി. ഞാൻ 2.7 ആണ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ സ്പീഡ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ക്ലിപ്സിൻ്റെയൊക്കെ സ്പീഡ് നിങ്ങൾ കുറച്ച് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. എനിക്ക് മാത്രമേ പ്രോപ്പറായിട്ടുള്ള ഒരു എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. കണ്ടോ, ഞാൻ ഇവിടെ ജസ്റ്റ് കാറിൻ്റെ ക്ലിപ്സൊക്കെ 0.3 സെക്കൻഡ് പെട്ടെന്ന് സ്ക്രീനിൽ വന്ന് പോയാൽ മതി. അതൊക്കെ നിങ്ങൾ സോങ്ങിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്, നിങ്ങൾ ആ ഒരു വീഡിയോ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനകത്തൊരു ഒപ്പാസിറ്റി ആനിമേറ്റ് ചെയ്തിട്ടുള്ള പോലുള്ളൊരു എഫക്റ്റ് ഉണ്ട്, ഒരു ട്രാൻസിഷൻ ഉണ്ട്. ആ ട്രാൻസിഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ ഒരു 2 ക്ലിപ്പിൻ്റെ സെൻട്രലായിട്ട് നിങ്ങൾക്ക് ഒരു വൈറ്റ് ബോക്സ് കാണാൻ വേണ്ടി പറ്റും. അതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യുക. അവിടെ താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മിക്സ് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ടോപ്പിലോട്ട് വരുമ്പോൾ അവിടെ കണ്ടോ അപ്ലൈ ടു ആൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ അപ്ലൈ ടു ആൾ ക്ലിപ്സ് പറഞ്ഞിട്ട് വരും. അപ്പോൾ നമ്മുടെ എല്ലാ ക്ലിപ്സിനും, നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള എല്ലാ ക്ലിപ്സിനും ഈ ഒരു ട്രാൻസിഷൻ അവിടെ അപ്ലൈ ആവുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് സൗണ്ട് എഫക്റ്റിനനുസരിച്ച് ഒരു ഇമ്പാക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഷെയ്ക്ക് എന്ന് പറയുന്ന എഫക്റ്റ്. ഓക്കെ, നൈറ്റ് ക്ലബ്ബിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷെയ്ക്ക് കിട്ടും. ആ ഷെയ്ക്കും ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഷെയ്ക്ക് എടുത്തിട്ട് എന്ത് ചെയ്യുക, ആ ഒരു ട്രാൻസിഷൻ തുടങ്ങുന്നതിൻ്റെ കുറച്ച് മുന്നായിട്ട്, അതായത് ആ വീഡിയോയിൽ മൂവ്മെൻറ്റ് വരുന്ന ആ സമയം ഉണ്ടല്ലോ, അവിടെ ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് എൻഡ് വരെ നിങ്ങൾ ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ആ ഒരു എഫക്റ്റ് എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ സ്പീഡും ഇൻറ്റൻസിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അത് നിങ്ങളുടെ വീഡിയോസിനനുസരിച്ച് നിങ്ങൾ അതിൻ്റെ വാല്യൂസ് എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതേ അതേ എഫക്റ്റാണ് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, എല്ലാ ക്ലിപ്സിനും എഫക്റ്റ് ഇട്ട് കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഇതിന് കീ ഫ്രെയിംസ് കൊടുക്കാം. അതായത് ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തെടുക്കുക. നമ്മൾ ഫസ്റ്റ് ക്ലിപ്പിൽ വന്നിട്ട് കുറച്ച് ബാക്കിൽ വെക്കാം. ഇവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റിൽ പോയിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് ആ വീഡിയോനെ ജസ്റ്റ് ഒന്ന് സൂം ഇൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ മിക്സിൻ്റെ കൂടെ തന്നെ സൂം ഇൻ ആയിട്ട്, അതായത് സൂം ഇൻ ആയിട്ട് പോകുന്ന പോലുള്ള ഒരു ട്രാൻസിഷൻ നമുക്കവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ സെക്കൻഡ് വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യുക, സൂം ഔട്ട് ആയിട്ട് വരുന്ന പോലുള്ള ഒരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് നീക്കി വെച്ചിട്ട് ഒരു കീ ഫ്രെയിം കൂടെ ആഡ് ചെയ്ത് വെച്ചിട്ട് ഫസ്റ്റത്തെ കീ ഫ്രെയിമിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒന്ന് സൂം ഇൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കവിടെ ഒരു സൂം ഔട്ട് ആവുന്ന ഒരു എഫക്റ്റും കൂടെ കിട്ടും. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക എല്ലാ ക്ലിപ്സിനും വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾ വീഡിയോസിൽ ഒരു മൂവ്മെൻറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെ ഒരു ഫേക്ക് ആയിട്ടുള്ള മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനും എനിക്ക് ഈ ഫ്രെയിം വെച്ചിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, പിന്നെ ഞാൻ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, എന്താണ് കീ ഫ്രെയിം എന്ന് വെച്ചിട്ടുള്ളത്. കീ ഫ്രെയിം എന്ന് പറയുമ്പോൾ നമ്മളെ വീഡിയോ ഇരിക്കുന്നത് ഒരു കോമ്പോസിഷനകത്താണ്. അതായത് നിങ്ങൾക്ക് കാണുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അതിൽ നമ്മുടെ വീഡിയോ എവിടെ വരണം എന്നുള്ളതാണ് ഈ ഒരു കീ ഫ്രെയിംസ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ കീ ഫ്രെയിം വെച്ചിട്ട് ഇങ്ങോട്ട് നീക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോമ്പോസിഷനിൽ ആ ഒരു കീ ഫ്രെയിമിൽ എത്തുന്ന സമയത്ത് ഈ വീഡിയോ ഇവിടെ എത്തണം. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അത് പ്രോസസ്സ് ചെയ്തിട്ട് ഈ ഓരോ സെക്കൻഡിലും വീഡിയോസ് എവിടെ എത്തിയാലാണ് ആ ഒരു പെർട്ടിക്കുലർ കീ ഫ്രെയിമിൻ്റെ സമയത്ത് ആ ഒരു വീഡിയോ അവിടെ എത്തുന്നുള്ളത് അത് ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്തോളും. നിങ്ങൾ എന്ത് ചെയ്യുക, കീ ഫ്രെയിം വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി. അതായത് ഈ സെക്കൻഡിൽ ഈ വീഡിയോ ഇവിടെ ആയിരിക്കണം, അടുത്ത ഈ ഒരു സെക്കൻഡ് എത്തുമ്പോഴത്തേക്കും നമ്മുടെ വീഡിയോ ഇവിടെ ആയിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇടയിലുള്ള ആ ഒരു ടൈമിൽ എന്ത് ചെയ്യും, നമുക്കൊരു ആനിമേഷനും കിട്ടും. അത് വെച്ചിട്ടാണ് കീ ഫ്രെയിംസ് വർക്ക് ആവുന്നത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഏകദേശം എഫക്ട്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇവിടെ നൈറ്റ് ക്ലബ്ബിൽ നിന്ന് വന്നിട്ട് ഷെയ്ക്ക് എഫക്റ്റ് നമുക്ക് ഒന്നും കൂടെ ആവശ്യമുണ്ട്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം എന്തിനാണെന്നുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ബ്ലർ ഷെയ്ക്ക് എഫക്റ്റ് എങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അത് തന്നെയാണ് നമ്മളവിടെ ചെയ്യുന്നത്. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടെ പറഞ്ഞുതരാം. ഈ വീഡിയോയിൽ അത് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഇത് പറയുന്നത്. വീണ്ടും ഒബ്ജക്റ്റിൽ വരിക, ആൾ വീഡിയോസിലിടുക. ഈ ഒരു ട്രാൻസിഷൻ്റെ സെൻറ്റർ പോർഷൻ ഉണ്ടല്ലോ, ഇവിടെ വെച്ചിട്ട് നിങ്ങളൊരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ വാല്യൂസ് നിങ്ങളൊരു 20 അതേപോലെ ഒരു 25 ഇട്ട് കൊടുത്താൽ മതി. ഫസ്റ്റ് ഇത് കീ ഫ്രെയിമിൽ വരിക, എന്നിട്ട് 0 ആക്കി കൊടുക്കുക. കീ ഫ്രെയിമിൽ വരണമെന്നില്ല, ആ വാല്യൂസ് 0 മാറ്റുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു കീ ഫ്രെയിംസ് ആഡ് ആയിക്കോളും. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ എഫക്റ്റിൽ വരിക. നിങ്ങൾ ഒബ്ലിക്യൂ ബ്ലർ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ഈ ഒരു ഒബ്ലിക്യൂ ബ്ലർ കിട്ടും. അതും ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക വീഡിയോയിൽ. എന്നിട്ട് അതിൻ്റെ ലെങ്ത്ത് നിങ്ങൾ എന്ത് ചെയ്യുക,
ആ ഷെയ്ക്കിൻ്റെ ലെങ്ത്തിൻ്റെ കൂടെ തന്നെ നിങ്ങളൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ആ സെയിം ലെങ്ത്ത് മതി നമുക്ക് എഫക്റ്റിന്, സെയിം ലെങ്ത്ത് ആക്കി കൊടുക്കാം നമുക്ക്. ഓക്കെ, ഇപ്പോൾ സെയിം ആയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒബ്ജക്റ്റിൽ ആൾ വീഡിയോസ് ആക്കി കൊടുക്കുക. ഈ ഒബ്ജക്റ്റിൽ കീ ഫ്രെയിം കിട്ടുന്നില്ല, എഫക്റ്റിൽ കീ ഫ്രെയിം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അതിന് മെയിനായിട്ട് 2 റീസണേ ഉള്ളൂ. ഒന്ന്, നിങ്ങൾ ഒബ്ജക്റ്റിൽ ആൾ വീഡിയോസ് ആക്കിയിട്ടുണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഞാൻ ഒബ്ലിക്യൂബിളർ ഒന്നും കൂടെ സെർച്ച് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടോ, ഇവിടെ 1 2 ഒബ്ലിക്യൂബിളേഴ്സ് ഉണ്ട്. ഒരു ഒബ്ലിക്യൂബിളറിന് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വാല്യൂസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കണ്ടോ, ഈ അഡ്ജസ്റ്റിൻ്റെ ഈ ഒരു ഓപ്ഷൻ കണ്ടോ, അവിടെ മങ്ങിയ പോലെയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം ആ ഒരു അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എഫക്റ്റിന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കീ ഫ്രെയിംസ് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റൂ. ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എഫക്റ്റ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കീ ഫ്രെയിംസ് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതും ഒബ്ജക്റ്റ് എപ്പോഴും എന്തായിരിക്കണം, ആൾ വീഡിയോസ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കീ ഫ്രെയിംസ് ആഡ് ചെയ്ത് കൊടുക്കാനും പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ ഈ ഒരു ഓവർലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ കീ ഫ്രെയിം സെലക്ട് ചെയ്യുന്ന സമയത്തുണ്ടോ ആ കീ ഫ്രെയിമിൻ്റെ സംഭവം മങ്ങിയിരിക്കുന്നത്, അത് ഒബ്ജക്റ്റിൽ നിന്ന് ആൾ വീഡിയോസിലാക്കുമ്പോൾ നമുക്ക് അവിടെ കീ ഫ്രെയിം കൊടുക്കാൻ പറ്റും. അതാണ് മെയിനായിട്ടുള്ള 2 റീസൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ബ്ലറിൽ വരിക 25 എന്നുള്ള വാല്യൂ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഏതെങ്കിലും ഒരു കീ ഫ്രെയിം നിങ്ങൾ ആഡ് ചെയ്തിട്ട് വേണം വാല്യൂസ് കൊടുക്കാൻ കേട്ടോ. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ബ്ലറിൻ്റെ വാല്യൂ 0 ആക്കി കൊടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവിടെ 0 വന്നിട്ടുണ്ടാവും. ഇനി അടുത്ത നമ്മൾ ജസ്റ്റ് അതിൻ്റെ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു കീ ഫ്രെയിം അവിടെ ക്രിയേറ്റ് ആവും. കണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത് സെൻറ്ററിൻ്റെ ആ ഒരു വാല്യൂ കൊടുക്കുന്ന കീ ഫ്രെയിം ഉണ്ടല്ലോ, അത് മാത്രം നിങ്ങളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മൾ വീഡിയോൻ്റെ കറക്റ്റ് സെൻറ്ററിൽ വന്നിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. അവിടെ നമ്മൾ വാല്യൂസ് കൊടുക്കുക. കണ്ടോ, 25 എന്നിട്ടുള്ള വാല്യൂ കൊടുക്കുക. നമുക്ക് 20 കൂടെ കൊടുക്കാം. എന്നിട്ട് ലാസ്റ്റത്തെ കീ ഫ്രെയിമിൽ പോയിട്ട് അതും 0 ആക്കി കൊടുക്കുക. രണ്ടും 0 ആക്കി കൊടുക്കുക. ഫസ്റ്റത്തെ കീ ഫ്രെയിമിൽ പോയിട്ട് അതും 0 ആക്കി കൊടുക്കുക. അപ്പോൾ അവിടെ ആ 2 കീ ഫ്രെയിംസ് ഓട്ടോമാറ്റിക്കലി വന്നോളും. അപ്പോൾ നമുക്ക് അവിടെ ഒരു ബ്ലർ ഷേക്ക് എഫക്റ്റും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അതിൻ്റെ ബ്ലർ കൂട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ബ്ലറും അതേപോലെ റൊട്ടേഷൻ എത്രത്തോളം വേണമെന്നുള്ളതും കൂടെ ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുത്താൽ മതി. നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ, കുറച്ചൊരു ഇമ്പാക്റ്റ് അവിടെ വന്നിട്ടുണ്ട്. ഏകദേശം നമ്മുടെ എഫക്റ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, ആ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു അർജ് ഫീൽ ചെയ്യുന്നുണ്ടാവും. നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യുമ്പോൾ കണ്ടോ അത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സൗണ്ട് എഫക്റ്റ് ആ ഒരു ട്രാക്കും കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, ഓൺ ചെയ്ത് നോക്കാം. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, സോറി, പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയോ, അതായത് ഇവിടെ കണ്ടോ വീണ്ടും ഒരു കാർ റേസിങ്ങിൻ്റെ സൗണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേറെ ക്ലിപ്സ് ഒന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇത് എഡിറ്റ് ചെയ്ത് വെച്ചതല്ലേ. അപ്പോൾ ഇതേ സംഭവം തന്നെ ഈ ഒരു ക്ലിപ്പിനൊക്കെ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നേരെ ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് ലാസ്റ്റിൽ കൊണ്ടിടുക. എന്നിട്ട് ആ ഒരു സൗണ്ട് എഫക്റ്റിനനുസരിച്ച് അതിൻ്റെ സ്പീഡൊന്ന് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, ഞാൻ 0.5 ഇട്ട് കൊടുത്തു. പിന്നെ അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ഫസ്റ്റത്തെ ക്ലിപ്പ് അതും കൂടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇതിൽ കൊണ്ടിടാം. ഫസ്റ്റ് ഗിയർ ഷിഫ്റ്റ് ചെയ്യാം, പിന്നെ സ്റ്റിയറിംഗ് റൊട്ടേഷൻ മതി. അതൊക്കെ നിങ്ങൾ ആ ഒരു മൈൻഡിൽ വരുന്ന പോലെ നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പം എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഈ 2 ഇതിലും കൂടെ ആ ഒരു ട്രാൻസിഷൻ വന്നിട്ടില്ല. മാനുവലായിട്ട് ചെയ്ത് കൊടുക്കാം. എന്ത് ചെയ്യാം, 2 ബോക്സിനും കൂടെ ആ സംഭവം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഞാൻ സൗണ്ട് കളഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു ഫീല്, അതായത് ആ സൗണ്ടോടുകൂടെ കാണുമ്പോഴുള്ള ആ ഫീൽ ഒരിക്കലും നിങ്ങൾക്ക് ഇത് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം സൗണ്ട് എഫക്റ്റിന് നല്ലൊരു ഇമ്പോർട്ടൻ്റ് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ അത് കൂടെ ഈ ഒരു എഫക്റ്റും കൂടെ വരുമ്പം ആ വീഡിയോ പൂർണ്ണമാവുന്നത് മാത്രം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും പുതിയതായിട്ട് പഠിച്ചെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഇതേപോലെ ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന വീഡിയോസ് അല്ലെങ്കിൽ ഇതേപോലെ യൂണീക്ക് ആയിട്ടുള്ള വീഡിയോസിൻ്റെയൊക്കെ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ CapCut Pro നമ്മളൊരു മെത്തേഡ് ഉണ്ട്, അതായത് പ്രോ എഫക്ട്സും ഫിൽറ്റേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടോ എഫക്റ്റ് ഒരുപാട് മീഗ്ലോ എഫക്റ്റ് ഒക്കെ കണ്ടല്ലോ, ഇതൊക്കെ പ്രോ അല്ലേ. ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ എക്സ്പോർട്ട് എടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഉണ്ട്. 199 രൂപക്കാണ് കൊടുക്കുന്നത്. താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം. അപ്പോൾ എല്ലാവർക്കും ബൈ.